നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. പക്ഷേ ഇന്ന് സൺഡേ ആയത് കാരണം എന്താണ്, ഇന്ന് അവധിയാണ്, നടപ്പിനൊക്കെ അവധിയാണ്. സോ അതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രണ്ടുപേര്. ഞാൻ ഇതൊക്കെ കണ്ടും വീഡിയോയും ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അക്കച്ചി പറയാനാണ്, ഈ ദോശ ചുടുന്നതും ഈ സാമ്പാർ ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാണ് കുഞ്ഞെ ഇതിനകത്തൊക്കെ കാണിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു പണി വേണ്ടേ, അതിനല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ അടുത്തത് പല്ലുമില്ല, ഒരു സെറ്റും മുണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്നെ എന്തിനാണ് ഇതിനകത്ത് കാണിക്കുന്നതെന്ന്. അതും ഒരു പുതുമയല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഡയലോഗൊക്കെ അതിനകത്ത് വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല അതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ എന്നൊക്കെ ഞാൻ പുള്ളിയോട് ഇങ്ങനെ വീരവാദം അടിച്ചു. ആ മുട്ട പൊളിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ദോശയും മുട്ടയും സാമ്പാറും ചമ്മന്തിയും കൂടെ ഒക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള മുട്ട പൊളിക്കുന്ന ഡ്യൂട്ടിയിലാണ് കച്ചി. സിന്ധു ആണെങ്കിൽ പാട്ടും പാടി ഡാൻസും കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വന്തമായിട്ട് ലാലല്ലേ ലാലേ എന്നൊക്കെ പറഞ്ഞ് പാടി കേട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരത്തി ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ദോശയുണ്ട്. ദോശയുടെ കൂടെ ചമ്മന്തിയും വേണം, സാമ്പാറും വേണം. അതാണ് പുള്ളിക്കാരത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കഴിച്ചത് മറ്റേതാണ്, നിങ്ങളെ കാണിച്ചല്ലേ, റാഗിയുടെ പുട്ടൊക്കെയാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശ കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ പ്ലേറ്റ് റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പുറത്ത് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ്. അത് ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്തോ ഇപ്പോൾ എല്ലാവരും ഒരു പരിപാടി ചെയ്യുമല്ലോ, ഗെറ്റ് റെഡി വിത്ത് മീ. ആ പണി ഇപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അതിപ്പം അദ്ദേഹം വീഡിയോ ഒന്നും സാധാരണ ഗതിയിൽ വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പം ഇത് ചുമ്മാതെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോ ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞു, കട്ട് ചെയ്തെടുക്കുന്ന പറഞ്ഞു, കട്ടൊന്നുമില്ല, ഫുൾ ലെങ്തിൽ അങ്ങ് വീഡിയോ എടുക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറഞ്ഞു, ഓരോ സാധനം എന്താണ് ഉപയോഗിക്കുന്നത്, ഏതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ കോമഡി ഇതെന്ന് പറയുമ്പോൾ, സാധാരണ സൺസ്ക്രീൻ ഇടുമ്പോൾ എല്ലാവരും എന്താണ് 2 ഫിംഗറുകളിൽ നിറച്ച് വെച്ചിട്ടാണല്ലോ ഇടുന്നത്, എന്നാലല്ലേ അത് സൺടാനിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇടുന്നത്, പക്ഷെ ഞാനിങ്ങനെയല്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി ആദ്യം എന്നോട് പറഞ്ഞു, അയ്യോ അല്ല എന്നാൽ പിന്നെ എന്തിനാ ഇടുന്നേ, ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇടേണ്ടതെന്നൊക്കെ എന്നോട് പറഞ്ഞേ. അത് ശരി, പെട്ടെന്ന് തന്നെ പറയണേ, അത് വേണ്ട എന്താണെന്നറിയാമോ, അല്ല ഇത് ട്യൂബ്, ഈ സൺസ്ക്രീൻ എൻ്റെതല്ലേ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഇട്ടാൽ മതി, പക്ഷെ അങ്ങ് എറണാകുളത്ത് ചെന്നിട്ട് നിൻ്റെത് ഇടുമ്പം ആ രീതിയിലും കിട്ടോളാൻ. അപ്പോഴല്ലേ എനിക്ക് ബുദ്ധി വന്നേന്ന് സ്വന്തമായി തന്നെ പറയുകയാണ്. അങ്ങനെയാണ് പുള്ളിക്കാരത്തിയുടെ കാമഡി. അങ്ങനെ ഇങ്ങനെ ഓരോ കോമഡികളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഞങ്ങൾ ഒരുങ്ങുകയാണ് കേട്ടോ. പുള്ളിക്കാരത്തി ഒരുങ്ങി റെഡിയായിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റായിട്ട് കുളിച്ചിട്ട് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നതായിരുന്നു, കാക്ക കുളിച്ചാൽ കൊക്കാകും, ഈ പഴഞ്ചൊല്ല് ഇവിടെ പറയാൻ എനിക്ക് തോന്നുന്നു. എന്നാലും ഒരു സന്തോഷമല്ലേ, കിടക്കട്ടെ എന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി കേട്ടോ. ഇപ്പോൾ ഒരാൾ ഫോട്ടോ ആണെന്നും പറഞ്ഞുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു, ഫോട്ടോ അല്ല വീഡിയോ ആണ്, അഭിനയിക്കേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ആയി. വണ്ടിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യണ്ട, വണ്ടി എടുക്കുമ്പോൾ അതിന് എന്തോ ഒരു പ്രശ്നം, ഭയങ്കര ഹെവി ഒരു ഏതാണ്ട് പാറ വലിക്കുന്ന പോലുള്ളൊരവസ്ഥ, ഭയങ്കര ഒരു എന്താണ് അതിന് പറയുന്നത്, നീങ്ങാൻ വലിയ ബുദ്ധിമുട്ട്. അത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് അത് ശീലമായതുകൊണ്ട് പുള്ളി സർവീസിനൊന്നും കൊടുത്തിട്ടില്ല. ഇച്ചിരി ടൈറ്റിങ്
അതിൻ്റെ പിന്നെ അവിടെ കൊണ്ടുപോയി ഇതാക്കണം. എന്തോ പറയുന്ന അതിന് പറയുന്നത് എന്തോ അല്ല, നമ്മൾ പോക്കറ്റ് റോഡിൽ കയറുമ്പോഴത്തേനുള്ള ഇത് ഇടുമല്ലോ, എന്തോ എനിക്കാണെങ്കിൽ ഈ നാട്ടിലൊക്കെ പോകുമ്പോഴും എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ പുറത്ത് വെയിലും യാതൊരു താല്പര്യമില്ല. അങ്ങനെ വെളിയൻ ജംഗ്ഷനിലെത്തി നമ്മൾ പെട്രോൾ പമ്പിലെത്തി കേട്ടോ. പെട്രോൾ പറ്റിയിരിക്കുന്നതായിരുന്നു. അത് പെട്രോൾ അടിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ച് എയറും കൂടെ അടിച്ചേക്കാം. സിന്ധു എയർ അടിക്കൽ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് എയറും കൂടെ ഒന്ന് അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. എയർ അടിച്ചു. പിന്നെ സ്വതസിദ്ധമായ പരിപാടികൾ, കണ്ണാടി കാണുമ്പോൾ ഫോട്ടോ എടുക്കൽ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ? ഇത് ഞങ്ങൾ വെളിയത്തെ പച്ചക്കറി കടയാണ്. നമ്മുടെ എൻ്റെ ഓഫീസിലെ കൊച്ച് ശാലു, അവൾക്ക് തക്കാളി അച്ചാറിൻ്റെ റെസിപ്പി വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ ബഹളമായിരുന്നു. അതനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ വ്യൂവിൻ്റെ നമ്പർ കണ്ടപ്പോൾ അത്രയ്ക്കെല്ലാവരും അങ്ങ് കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങളൊന്ന് പോയി കാണണേ. സത്യത്തിൽ അത് അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അവൾക്ക് വേണ്ടിയിട്ട് മാത്രം. അതിന് വേണ്ടിയിട്ട് തക്കാളി വാങ്ങിക്കാനാണ് സത്യത്തിൽ പച്ചക്കറി കടയിൽ പോയത്. ഇപ്പം ഈ നമ്മുടെ വെളിയത്തുള്ള സോപാനം ബേക്കറിയാണ് കേട്ടോ. സിന്ധു എപ്പോഴും ഇവിടെ നിന്നിട്ടാണ് സാധനം മേടിക്കുന്നത്. ഇവിടുത്തെ 2 പെൺകുട്ടികളുണ്ട്. ഭയങ്കര ബഹുമാനം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് ചേച്ചിയുടെ അനിയത്തി തന്നെയാണോ? ഞാനിങ്ങനെ റേറ്റൊക്കെ ചോദിക്കും. അധികം നിങ്ങളെന്താ കുറച്ച് തരാത്ത എന്താണെന്നൊക്കെ പറഞ്ഞു. അവർ ഈ ചേച്ചിയുടെ അനിയത്തി തന്നെയാണെന്ന് സംശയം. അങ്ങനെ ഞങ്ങൾ അവരവിടെ നല്ല കോമഡിയായിരുന്നു പിള്ളേർ. അങ്ങനെ ഞങ്ങൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെത്തിയിട്ട് സിന്ധു ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങി. അവൾ ഒരു 12:30 ആയപ്പം വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടാണ് പോയി. ഞാൻ വന്നിട്ട് ഇതേ കഴിക്കാൻ പോവുകയാണ്. എൻ്റെ ചോറിന് കണ്ടോ എന്തൊക്കെയാണ്: സാമ്പാർ, തൈര്, പയർ മെഴുക്കുവരട്ടി, ചമ്മന്തി, പപ്പടം, മീൻകറി, ചാളത്തോരൻ ആൻഡ് നാരങ്ങ അച്ചാർ. ഇത്രയൊക്കെ കൂട്ടി ഞാൻ സൂപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്തോരം കറിയാണ്. വീട്ടിൽ പോയാൽ ഇങ്ങനൊരു ഗുണമുണ്ട്. കുറേ കറികളൊക്കെ കൂട്ടി ഊണ് കഴിക്കുക. അതെന്താണെന്നറിയാമോ? അവിടെ എല്ലാവരും ഒരു ഉച്ചയ്ക്ക് മാത്രം ചോറും കറികളുമായിട്ട് കഴിക്കുള്ളൂ. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ദോശയോ റാഗി ദോശയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എന്ത് വേണ്ടു, ഈ കറികളെല്ലാം ഒരു നേരം എന്തായാലും കുറച്ച് മാത്രമായിട്ട് ഉണ്ടാക്കത്തില്ല. കുറച്ച് കൂടുതലുണ്ടാക്കുമ്പം ഇങ്ങനെ ബാലൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് 2 സെറ്റ് മുണ്ടും ഇരുന്നങ്ങ് പാട്ട് പാടുക. അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ആൾ കൂടെ ഇല്ലെന്നുണ്ടെങ്കിലില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ വേറെ ആൾക്കാർ വന്നിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ. നമുക്ക് പുള്ളിയുടെ കാഴ്ചയിൽ അവിടെയൊക്കെ കുറേ ആൾക്കാരിരിക്കുന്നതാണ് പുള്ളിയുടെ ഒരു കാണുന്നത്. പക്ഷെ നമുക്ക് അവിടെ അങ്ങ് ആരും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇതില്ല. വളരെ സന്തോഷത്തിൽ പാട്ട് പാടലും അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ സമയം കളയും. അതാണൊരു ശീലം. സംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുടുംബശ്രീ നമ്മുടെ വീട്ടിലായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് അമ്മയായിരുന്നു കുടുംബശ്രീയിലുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അമ്മയ്ക്കും സ്വന്തം മക്കളെ ഓർമ്മയില്ലെന്നുണ്ടെങ്കിലും അവരെയൊക്കെ നല്ല കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സർല ചേച്ചി വന്നിട്ടുണ്ട്. കുടുംബശ്രീ ഇവരെല്ലാവരും ഒരു കുടുംബശ്രീയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വന്നിങ്ങനെ അമ്മയോട് സംസാരിക്കുകയാണ്. എൻ്റെ മീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ഞാൻ അവരറിയാതെ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയൊക്കെ അവർ തുടങ്ങാൻ പോകുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കുടുംബശ്രീ മീറ്റിങ് അത് കഴിഞ്ഞ് നമ്മുടെ ശാലുവിൻ്റെ ആവശ്യപ്രകാരം തക്കാളി അച്ചാറുണ്ടാക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കണ്ടാൽ മതി. ഇത് വെറുതെ ഞാൻ അതിൻ്റെ ഒരു ഗ്ലിംസ് ഇട്ടത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണണേ. നിങ്ങളൊക്കെ കാണുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇനിയും വീഡിയോ ഇടാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അച്ചാർ. മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ അച്ചാർ ഞാൻ ഓഫീസിൽ ശാലിനു അവൾക്ക് കൊടുത്തപ്പോഴാണ് അവൾ അന്നേരം തൊട്ടിങ്ങിൻ്റെ റെസിപ്പി അന്വേഷിച്ച് എന്നോട് എപ്പോഴും റെസിപ്പി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത്തവണ ഉണ്ടാക്കിയത് അവൾ വേറെ രീതിയിലാണെന്ന് മാത്രം. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട്
ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് ഓരോ തവണയും ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് മാറ്റി വെക്കണം. ഇത് ഒരു 6 മാസം വരെ കേടാകാതിരിക്കുന്ന സാധനം. കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളമായുള്ള സ്പൂൺ ഇട്ട് ഇളക്കാതിരുന്നാൽ മതി. ഫ്രിഡ്ജ് വെച്ചിട്ട് ആവശ്യാനുസരണം പുറത്തെടുത്ത് ചെറിയൊരു ജാറിലാക്കി പുറത്ത് വെച്ചിരിക്കുക. ഫ്രിഡ്ജ് വെച്ചാൽ കുറേ നാൾ ഇത് കേടാകാതിരിക്കും. ഇഡ്ഡലിയിലൂടെ ദോശയിലൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമായേ തിങ്കളാഴ്ചയാണത്. തിങ്കളാഴ്ച ഞങ്ങൾ നടക്കാൻ പോയിട്ട് ബാക്കി പരിപാടിക്ക് കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഇന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ അതിനുള്ള കാര്യപരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശരിക്കും ഞാൻ തിങ്കളാഴ്ച ലീവായിരുന്നു. എനിക്ക് ചൊവ്വാഴ്ചയാണ് ഞാൻ നാളെ ഓഫീസിൽ പോവുള്ളൂ. ഇന്നും കൂടി ലീവാണ്. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് വീട്ടിൽ പോയില്ലല്ലോ. ഒരു ദിവസമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇതെല്ലാം പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അമ്പലത്തിൽ പോലാണ്. രാവിലെ നടക്കാൻ പോയി, അത് കഴിഞ്ഞ് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ അമ്പലം എന്തായാലും 10 മണി വരെ ഉണ്ടാകും. ഞങ്ങൾ 8 മണിക്ക് കിങ്ങിണിയും കൊണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. 8 മണിക്ക് ഞങ്ങൾ കിങ്ങിണിയും ഞാൻ തന്നെ കൊണ്ടുവന്നാക്കിയത്. കിങ്ങിണി വന്നിട്ട് ഞങ്ങൾ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. കുറേ ആയി ഞാൻ നാട്ടിൽ വന്നാലും കുറേ ആയി ഗണപതി അമ്പലത്തിൽ പോയിട്ട്. അങ്ങനെ ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. വന്നപ്പോൾ എന്താണ്, സിന്ധു ഫോണ് കാണുന്നില്ല. കയ്യിലുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ബാഗിൽ തപ്പി വണ്ടി തപ്പി ഒന്നും ഫോണേ കാണുന്നില്ല. പുള്ളിക്ക് ടെൻഷൻ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ അങ്ങും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അക്കശയെ വിളിച്ചു ചോദിച്ചപ്പം അവിടുത്തെ സിറ്റൗട്ടിലിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ടെൻഷനായിരുന്നു ഫോൺ എവിടെ വെച്ചെന്ന് മറന്നിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗണപതി അമ്പലത്തിൽ വണ്ടി കുറച്ച് മാറ്റി ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ തിരക്കില്ലാത്ത ദിവസമായിട്ട് വണ്ടി കൊണ്ടുപോയിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് നടന്നു. ഇവിടെ ഇങ്ങനെയുള്ള നമുക്ക് ഉത്സവത്തിന് കിട്ടണ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. കാരണം ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തൊഴാൻ ആൾക്കാർ വരുമല്ലോ. ഇത് പ്രസിദ്ധമായ ക്ഷേത്രം ആയതുകൊണ്ട് ഈ ടൂറിസ്റ്റുകൾ എപ്പോഴും വരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മളെ ഉത്സവത്തിൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും തന്നെ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനം എന്താണെന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പം. 24 hours ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ എറണാകുളത്ത് എടപ്പള്ളി ഗണപതി അമ്പലത്തിൽ എന്താണ്, നമ്മളിപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിന് രസീത് എഴുതി കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കൊരു അമ്പലത്തിൻ്റെ ഒരു രീതി വിശ്വാസം അനുസരിച്ചാണെങ്കിൽ നമ്മളൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം വാങ്ങിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് അതിൻ്റെ എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഞാൻ എടപ്പള്ളി ഗണപതിക്ക് ഞാൻ മുമ്പ് ചെയ്യുമായിരുന്നു ഉണ്ണിയപ്പം വഴിപാട്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 3-4 മാസം കഴിഞ്ഞാൽ ഡേറ്റ് ഇട്ട് കിട്ടുന്നത് വാങ്ങിക്കാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാനിപ്പം അവിടെ ഉണ്ണിയപ്പം വഴിപാട് നേരാറേ ഇല്ല. പക്ഷേ നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ 24 hours ഭഗവാന്റെ നേർക്ക് തന്നെയാണ് ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. നടയ്ക്കുള്ളിൽ തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ ആ വാസനയും കൊണ്ടാണ് നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്നത്. നേരെയുള്ള പ്രതിഷ്ഠ ശിവനും അച്ഛൻ ഗണപതിയുടെ അച്ഛൻ ശിവനാണ്. നേരെ നമ്മൾ തൊഴുമ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. ഗണപതിയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, ഞാനെനിക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ് സത്യത്തിൽ തൊഴാനുള്ളത്. ഉള്ളിലേക്കൊന്നും ക്യാമറയൊന്നും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കുളം, അവിടെ ആൾക്കാർക്ക് കുളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതൊക്കെ കാണാനായിട്ട് വളരെ നല്ലതാണ്. അവിടെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ എപ്പോഴും ഫോട്ടോ എടുക്കുകയും എൻ്റെ വിഷ്വലൊക്കെ പകർത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ആ വയറിനകത്തെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമല്ലേ കാണാനായിട്ട്. ആ പക്ഷിയുണ്ട്.
അതെന്ത് കൊക്കാണോ? എന്ത് സംഭവം? കൊക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായി തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്കല്ല, വേറെ 2-3 ഇടത്തേക്ക് പോകണം. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പരിപാടികളാണ്. അമ്പലത്തിൻ്റെ ഇതാണ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന മണ്ഡപമാണത്. എന്നിട്ട് ഞങ്ങളത് പുറത്തിറങ്ങിയപ്പം കുറേ പേരിങ്ങനെ മാലയും കമ്മലും വെച്ചിരിക്കുന്നില്ലേ. മാലയും കമ്മലല്ല ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ രണ്ടിൻ്റെയും വണ്ടിയുടെ കീ ചെയിനൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പാവം അയാൾ ഒരു കച്ചവടം ഇല്ലാണ്ടിരുന്നാണ്ട് ഇപ്പോൾ ഒരു സങ്കടം തോന്നി. ഇപ്പം 2 കീ ചെയിൻ അങ്ങ് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ 2 കീ ചെയിൻ വാങ്ങിച്ചു. ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ, റീസണബിൾ റേറ്റേ ഉള്ളൂ. കീ ചെയിൻ വാങ്ങിച്ചു. പിന്നെ ഒരു സാധനം കൂടി ഞാൻ വാങ്ങിച്ച്. കണ്ടോ, രുദ്രാക്ഷം പോലുള്ള സാധനങ്ങൾ 3 വാങ്ങിച്ചു. 1 കിങ്ങിണിക്ക് കൊടുത്ത് 2 ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുയപ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ബിഗ് ബസാറിൽ വന്നു. എന്തിനാണെന്നറിയാമോ? മാഗി ക്യൂബ് വാങ്ങിക്കാൻ. പക്ഷെ നിർഭാഗ്യമെന്ന് കരുതട്ടെ, മാഗി ക്യൂബ് അവിടെ ഇല്ല. അപ്പം ഞങ്ങൾ വെറുതെ പാലും അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മാഗി ക്യൂബ് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ ഇത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വെളിയിൽ ജംഗ്ഷനിൽ നോക്കിയപ്പോഴും അവിടെ ഇല്ല, ഇവിടെയും ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ്റെ സംഭവമുണ്ട്. എനിക്കല്ല, ചേച്ചിക്ക് അവർ പുതിയൊരു പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനും അവർ പാർട്ടിയുടെ നിന്ന് വാങ്ങിച്ച ഡോക്യുമെൻ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതവിടെ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അവിടുത്തെ ജംഗ്ഷൻ താമരക്ക് ജംഗ്ഷനിൽ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടിയുടെ ഇൻഡിക്കേറ്ററിന് സൗണ്ടില്ല, ബസർ സൗണ്ടില്ല. അപ്പോൾ അതെന്തോ ലൂസ് കോണ്ടാക്റ്റ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് വന്നൊന്ന് ശരിയാക്കി. അപ്പോഴാണ് ഞാൻ ആ കട, ഇത് ഞങ്ങൾ വീടിൻ്റെ ജംഗ്ഷനാട്ടോ, താന്നിമുക്ക് ജംഗ്ഷൻ. ഈ കട, ഈ ഓട്ടോമൊബൈൽ കടയിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് സപ്ലൈ, നിങ്ങൾ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ചോദിക്കുന്നത്. ഞാനൊരു ഓട്ടോമൊബൈൽ വർക്ക് ചെയ്യുന്നത് ഒരാളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അതൊക്കെ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ എക്സ്പോ എന്ന് പറഞ്ഞ ഡീലർ കൊല്ലത്തു നിന്നാണ് എടുക്കുന്നത്, കൊല്ലത്തു നിന്നാണ് അവർ സാധനം മേടിക്കുന്നതെന്ന്. പക്ഷേ ഈ എക്സ്പോ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഒരു ആശ്ചര്യം വന്നായിരുന്നു. ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം കണ്ട ഞങ്ങൾ വീട്ടിൽ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വന്ന് നാരങ്ങ ഉണ്ടാക്കി. ഇന്നത്തെ ലഞ്ച് കണ്ടോ, ചിക്കൻ കറി, തോരൻ, മീൻ വറുത്തത്, തൈര്, സാമ്പാർ. ഇത് മീൻ തോരനാട്ടോ. അതാണ് ഇന്നത്തെ ലഞ്ച്. അതും ഞാൻ കഴിച്ചു. കണ്ടില്ലേ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സിന്ധു മുകളിൽ ടെറസിൽ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിന് നനയ്ക്കുന്ന ജോലിയിലാണ്. കുറേയൊക്കെ ചെടിയല്ല, ശരിക്കും പച്ചക്കറിയുടെ സാധനം. അതിൽ നിന്ന് പച്ചമുളകൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്കൊക്കെ ചെറിയ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം പോയതാണ്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കുന്ന ഡ്യൂട്ടിയിലാണ്. അപ്പം ഞാനും മുകളിലോട്ടൊന്ന് കയറി, മുകളിൽ നിന്നും അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറി. അല്ലാണ്ട് ഉണങ്ങിപ്പോയി. ഇതിനകത്ത് ശരിക്കും പച്ചമുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു, നീളത്തിലുള്ള പച്ചമുളക്. നമ്മുടെ ആവശ്യത്തിനൊക്കെ പച്ചമുളകൊന്നും വാങ്ങിക്കണ്ട, അതിൽ നിന്നൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നിറച്ചൊക്കെ പിടിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എന്തോ ഇത്രയൊക്കെ ഉള്ളൂ. മാമിയാണ് കൂടുതൽ, മാമിയുള്ളപ്പോൾ മാമിയാണ് ഇതൊക്കെ ഒഴിക്കണത്, വെള്ളം ഒഴിക്കുന്നത്. പക്ഷെ മാമി ഇപ്പോൾ ഇവിടെ ഇല്ല. അവിടുത്തെ മാമിയുടെ വീട് അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് ഇരിക്കാനുണ്ട്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ മാമീനെ കാണാത്തത്. അപ്പം മാമിയായിരുന്നു ഈ ചെടിയുടെ പരിപാലനം കൂടുതലും പുള്ളിക്കാരത്തിയാണ്. പിന്നെ മാമി ഇല്ലയെന്നുണ്ടെങ്കിൽ സിന്ധു അക്കച്ചി എന്തെങ്കിലും ചെയ്യും. അക്കച്ചി കൂടുതൽ സ്റ്റെയർ കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആരും ഇല്ലെങ്കിൽ യോഗമൊന്നും പറഞ്ഞ് നിൽക്കില്ല, പുള്ളി എല്ലാ ജോലിയും അങ്ങ് ചെയ്യും. അതാണ്, അങ്ങനെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ വിഷ്വൽസാണ് കുട്ടികളെ ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ മുകളിൽ നിന്ന് താഴത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടെറസിൻ്റെ മണ്ടയിലേക്ക് പേരയ്ക്ക നിൽക്കുന്നത് കണ്ടായിരുന്നു. അതിൽ ഒരു പേരയ്ക്ക കുറച്ച് വിളഞ്ഞതാണ്. അപ്പം കുട്ടികളെ, നാളെ രാവിലെ എൻ്റെ നാട്ടിലെ ട്രിപ്പ് അവസാനിപ്പിച്ച് എറണാകുളത്തേക്ക് പോകണം. അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്കിനി എറണാകുളത്ത് വെച്ച് കാണാം. ഓക്കേ, ബൈ ബൈ.